ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഒന്നും പറയാം. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള തന്നെയാണ് കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം നമുക്ക് ഇത് ഒരെണ്ണം മതി കേട്ടോ, നമുക്ക് വിശപ്പൊക്കെ മാറും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ? നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം, അതുപോലെ തന്നെ കനം കുറച്ച് അരിയാ കേട്ടോ. പിന്നെ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് പുഴുങ്ങിയിട്ട് 1 സ്പൂൺ വെച്ച് ഉടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 2 പച്ചമുളകാണ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും, അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതെല്ലാം പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി വലിപ്പത്തിൽ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനി നമുക്കിതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി, ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളകും അതുപോലെ കറിവേപ്പിലും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെയും, അതുപോലെ തന്നെ ഒന്ന് കുഴഞ്ഞു കിട്ടുന്ന രീതിയിലും വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി ബ്രൗൺ കളർ ആവാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ച് കളർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ ഒരു സവാള. അപ്പോൾ അതാ സവാള റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഒത്തിരി തക്കാളിയുടെ കഷ്ണങ്ങൾ ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. വലിയൊരു തക്കാളി ആണെങ്കിൽ പകുതി മതി കേട്ടോ. നല്ല ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് തക്കാളിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണമെന്നില്ല, പക്ഷെ വല്ലാണ്ട് കഷ്ണമായിട്ട് കെടുക്കണ്ട. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിന് പാകമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഞാൻ 2 എണ്ണേ ചേർത്തിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ എരിവ് ചേർത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൊമാറ്റോ സോസ് കയ്യിലില്ലാന്ന് വെച്ചിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് തക്കാളി ഒരു കഷ്ണം കൂടെ എടുത്താൽ മതി. അപ്പോൾ ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്താൽ മതി കേട്ടോ. സോസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ലാസ്റ്റാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മുട്ട പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടിക്കോട്ടെ, എന്നാൽ നമുക്ക് കഴിക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതും നന്നായിട്ടൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത സമയത്താണ് ഞാനിത് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഗരം മസാലയും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതും താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ മല്ലിയില ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പം ഇനി അത് മാറ്റി വെക്കാം. അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദോശ റെഡിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ റേഷൻ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1 ഗ്ലാസ് ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2ാമത്തെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ അത് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഫില്ലിങ്സിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ദോശക്ക് പാകമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെള്ളം ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇരിക്കേണ്ടത്. അപ്പോൾ ഒത്തിരി കട്ടിയോ അതുപോലെ തന്നെ വല്ലാണ്ട് ലൂസായിട്ടും ഉണ്ടാവരുത്. കണ്ടോ, ഈ രീതി വേണം കേട്ടോ. അപ്പം ഇനി നമുക്കിത് ആദ്യം ഒന്ന് ദോശ ചുട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ വല്ലാണ്ട് കനത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ, കനം തീരെ കനമില്ലാതെ ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കനം തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ മാവിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ വല്ലാതെ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു ദോശ പരുവത്തിലൊന്ന് കിട്ടിയാൽ മതി കേട്ടോ, മറിച്ചിടേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനിതാ ആ ഒരെണ്ണം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ദോശ അതാ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ ഒരു 1.5 ടീസ്പൂണോളാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഈ 1.5 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ദോശയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാകും ഒരാൾക്ക് കഴിക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇതിന് കൂടെ നമുക്ക് കറിയുടെ ഇനി പ്രത്യേകിച്ച് ഒരു കറിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് ഇനി മുഴുവനും ഞാൻ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഇത് അടിപൊളി ടേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ രീതിക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ ഈ ഒരു പാനിൽ 2 എണ്ണമാണ് ഇട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒരു ഭാഗം മൊരിഞ്ഞ് വരുന്നത് വരെ വെച്ചിരിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഭാഗം ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മറ്റേ ഭാഗവും ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഇത് കുറച്ച് സമയം വെച്ച് പിന്നെ നമുക്ക് തിരിച്ച് മറിച്ച് അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മൊരിപ്പിക്കാം കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൊരിപ്പിച്ചെടുത്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമുക്കിത് ഓരോ ഭാഗവും നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് കഴിക്കുമ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം ഇതാ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ മക്കൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ആയാലും അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ രാത്രിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. നമുക്കിത് ഒരെണ്ണം മതി, നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയും. പിന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെയും ആവശ്യമില്ല. നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയും വെക്കാം, അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാൻ പറ്റും. അതിന് പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് ചൂടുണ്ട് കേട്ടോ, നമ്മൾ ലാസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. അപ്പോൾ ഇതാ ചൂടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.